ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് നല്ല മുളകിട്ട് വെച്ച നാടൻ മത്തിക്കറിയാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ വെൽക്കം ടു മൈ കിച്ചൻ. അതിനുവേണ്ടി ഞാൻ കുറച്ച് നാടൻ മത്തി കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ സാധനം ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ആദ്യം തന്നെ ചട്ടി അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. നമ്മൾ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചു. ചട്ടി നല്ല ചൂടായി വരുമ്പോൾ നമ്മളതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടാവണം. നന്നായി ചൂടായി വരുന്നുണ്ട്. നന്നായി ചൂടായി കഴിഞ്ഞാൽ അതിലോട്ട് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണം. അപ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊന്ന് പൊട്ടി തുടങ്ങി അതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് നന്നായി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി നന്നായി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ട് ആവശ്യമായ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഒരു ചുവപ്പ് നിറം ആയി വരട്ടെ. അതുവരെ നമുക്കൊന്ന് മൂടി വയ്ക്കാം. പിന്നെ നമ്മൾ ഇതിലോട്ടൊരു 3-4 ഇല്ലി വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മണം അടിപൊളിയാണ്. അപ്പോൾ നമ്മളൊരു 3-4 ഇല്ലി വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് വീണ്ടും നമ്മുടെ പാത്രം കൊണ്ട് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ സവാള പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറി നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പം നല്ല ഒരുവിധം വാടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് ആവശ്യമായ പുളിക്കുള്ള ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ കുറച്ച് നേരം അതൊന്ന് കുതിരാൻ വേണ്ടി വെക്കണം. അപ്പം നമ്മുടെ വാടി വന്ന പച്ചമുളക്, സവാള, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇതൊക്കെ നന്നായി വാടി നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ചേർക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി നമുക്ക് അതിലോട്ട് ആവശ്യമായ മറ്റ് മസാലപ്പൊടികളും ചേർക്കണം. പിന്നെ നമ്മളിതിലോട്ട് മുളക് പൊടി, ഞാൻ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അതാകുമ്പോൾ നല്ല ചുവപ്പൊന്നും ഉണ്ടാവും, നമുക്ക് എരിവിൻ്റെ കുത്തലും കുറയും. അപ്പോൾ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മുടെ സവാളയിലോട്ട് നന്നായി കൂടി ചേർന്നിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ പൊടികളൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ചൂടുവെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പുളി ആവശ്യമായിട്ടുണ്ട്. അതിന് വേണ്ടി നമ്മൾ ആദ്യം ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളി നന്നായി ഉടച്ച് ചേർത്ത് അതിൻ്റെ പുളിവെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുളിവെള്ളമൊക്കെ ഒഴിച്ചു. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കണം. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കണം. ശ്രദ്ധിക്കണം, നമ്മൾ നേരത്തെ തക്കാളി ഇട്ടിട്ടില്ല. സവാളയൊക്കെ വാടി വരുന്ന സമയത്ത് നമ്മൾ തക്കാളി ചേർത്തിട്ടില്ല. നമ്മൾ തക്കാളി ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ തക്കാളി ഇട്ട് കൊടുത്തു. ഇനി നമ്മുടെ മത്തി നമ്മളതിലോട്ട് ഇട്ട് കൊടുക്കണം. നല്ല പഞ്ഞിനൊക്കെയുള്ള നല്ല മത്തിയാണ്, നല്ല നാടൻ മത്തി. നമുക്ക് ഈ തിളച്ച് വരുന്ന പുളിവെള്ളത്തിലോട്ട് നമ്മുടെ ഈ ഒരു കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ മീനൊക്കെ നമ്മൾ അതിലോട്ട് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് കയ്യിലിട്ടൊന്ന് ഇളക്കാണ്ട് കൂട്ടിപ്പിടി ഉപയോഗിച്ചിട്ട് ചട്ടി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ കറിയെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുപ്പത്തോട്ട് തന്നെ വെക്കാം. ഇനി മീനൊന്ന് ഈ കറി ഒന്ന് വെന്ത് മീൻ അതിൽ കിടന്നൊന്ന് വേവണം. അപ്പോൾ നമുക്ക് മൂടി കൊണ്ടൊന്ന് അടച്ച് വെക്കാം. ഇപ്പം നമ്മുടെ മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ടാവും. മൂടി തുറന്ന് നോക്കാം. മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലോട്ട് 2 ഇതൾ വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ കറി മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളി നാടൻ മത്തിക്കറി നമുക്കിവിടെ വെന്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ, കപ്പയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മത്തിക്കറി റെഡിയായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ ബൈ ബൈ.